സിംഗിൾ ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വൈഫൈ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ്, അതായത് ഇൻ്റർനെറ്റിന് സ്പീഡില്ലാത്ത അവസ്ഥ, അതല്ലെങ്കിൽ വൈഫൈക്ക് റേഞ്ച് ഇല്ലാത്ത അവസ്ഥ എങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മോഡത്തിൽ നിന്ന് ലാൻ കേബിൾ വഴി കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റിന് സ്പീഡ് ലഭിക്കുന്നുണ്ട്. പക്ഷേ വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ സ്പീഡ് കുറയുന്നു, അല്ലെങ്കിൽ വീടിൻ്റെ ചില മുറികളിൽ വൈഫൈ സിഗ്നൽ ലഭിക്കുന്നില്ല എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമ്മുടെ മോഡത്തിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സെറ്റിംഗ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ആദ്യമായി ചെയ്യേണ്ടത് മോഡത്തിൻ്റെ സ്ഥാനം മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉപകരണങ്ങളിൽ വൈഫൈ സിഗ്നൽ ശരിയായി ലഭിക്കുവാനും മികച്ച വേഗത ലഭിക്കുവാനും ശരിയായ സ്ഥലത്ത് തന്നെ മോഡം വയ്ക്കേണ്ടതുണ്ട്. അതായത് വീടിൻ്റെ നടുക്ക് അല്പം ഉയർന്ന സ്ഥലത്ത് മോഡം വയ്ക്കുന്നതാവും ഉചിതം. വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ കൊണ്ടുപോയി മോഡം വയ്ക്കാതിരിക്കുക. നിങ്ങൾ 2 നിലയുള്ള വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഒരു വൈഫൈ എക്സ്റ്റൻഡർ ഉപയോഗിക്കുന്നതാവും ഉചിതം. ഇനി മോഡത്തിൻ്റെ സെറ്റിംഗ്സിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി മോഡത്തിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം WLANൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓപ്പണായി വരുന്ന വിൻഡോയിൽ ബാൻഡ് 2.4 GHz B+, G+N എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചാനൽ വിഡ്ത്ത് 14 MHz എന്നാക്കുക. ഇനി ചേഞ്ച് ചെയ്യാനുള്ളത് വൈഫൈ നെറ്റ്വർക്കിൻ്റെ ചാനലാണ്. വൈഫൈ നെറ്റ്വർക്കിൽ ഡേറ്റ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ചാനൽ വഴിയാണ്. ചാനലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ 2 അതിലധികമോ വൈഫൈ നെറ്റ്വർക്കുകൾ ഒരേ ചാനലുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവ പരസ്പരം ഇടപെടുകയും ഇൻ്റർനെറ്റ് സ്പീഡിനെ അഫക്റ്റ് ചെയ്യാനും ഇടയുണ്ട്. മറ്റുള്ളവരുടെ വൈഫൈ നെറ്റ്വർക്കിൻ്റെ ചാനൽ എങ്ങനെ അറിയാനാവും എന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം. അതിനാണ് വൈഫൈ അനലൈസർ പോലുള്ള സോഫ്റ്റ്വെയർസ്. വിൻഡോസിലും ആൻഡ്രോയിഡിലും പ്രവർത്തിക്കുന്ന വൈഫൈ അനലൈസർ സോഫ്റ്റ്വെയർസിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെയായിട്ട് നമ്മുടെയും മറ്റുള്ള നെറ്റ്വർക്കുകളുടെയും വൈഫൈ ചാനലിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നെറ്റ്വർക്കിൻ്റെയും മറ്റുള്ളവരുടെ നെറ്റ്വർക്കുകളുടെയും വൈഫൈയുടെ ചാനൽ സെയിം ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 1, 6, 11 എന്നീ ചാനൽസാണ് ഏറ്റവും മികച്ചത്. വൈഫൈ ചാനൽ ചേഞ്ച് ചെയ്തതിന് ശേഷം അപ്ലൈ ചേഞ്ചസിൽ ക്ലിക്ക് ചെയ്യുക. അവസാനമായിട്ട് ചേഞ്ച് ചെയ്യാനുള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വൈഫൈ അഡാപ്റ്ററിൻ്റെ സെറ്റിംഗ്സ് ആണ്. അതിനു വേണ്ടിയിട്ട് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. പവർ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പവർ പ്ലാൻ ഹൈ പെർഫോമൻസിലേക്ക് മാറ്റിയതിനു ശേഷം ചേഞ്ച് പ്ലാൻ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ചേഞ്ച് അഡ്വാൻസ്ഡ് പവർ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പവർ ഓപ്ഷൻസിൽ നിന്ന് വയർലെസ് അഡാപ്റ്റർ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പവർ സേവിംഗ് മോഡ് എന്നുള്ളത് മാക്സിമം പെർഫോമൻസിലേക്ക് മാറ്റിയതിന് ശേഷം ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഡിവൈസ് മാനേജറിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓപ്പണായി വരുന്ന വിൻഡോയിൽ നിന്ന് നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ വൈഫൈ അഡാപ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വൈഫൈ അഡാപ്റ്ററിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ പ്രോപ്പർട്ടീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ചാനൽ വിഡ്ത്ത് എന്നുള്ളത് ഓട്ടോയിലോട്ട് ചേഞ്ച് ചെയ്യുക. ബീക്കൺ ഇൻ്റർവെൽ 50 മാറ്റുക. HD മോഡ് എനേബിൾഡ് ചെയ്യുക. പ്രിയാമ്പിൾ മോഡ് ഷോർട്ട് ആൻഡ് ലോങ് എന്ന് സെലക്ട് ചെയ്യുക. ട്രാൻസ്മിറ്റ് പവർ ഹയസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം വയർലെസ് മോഡ് 802.11 BORG എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം പവർ മാനേജ്മെൻറ്റിൽ പോവുക. അവിടെ അലോ ദി കമ്പ്യൂട്ടർ ടു ടേൺ ഓഫ് ദിസ് ഡിവൈസ് ടു സേവ് പവർ എന്നുള്ളത് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് വൈഫൈ നെറ്റ്വർക്കിൽ ഇൻ്റർനെറ്റിന് സ്പീഡ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മോഡത്തിൻ്റെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെയോ പ്രശ്നം കൊണ്ടാവാം. മോഡം മാറ്റി വെച്ച് നോക്കുന്നതാവും ഉചിതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്